വന്നരായ ഉസ്താദ് അവർക്ക് അല്പം ക്ഷീണം സംഭവിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഖത്തുമുകളും ഖുർആനോത്തുകളും സ്വലാത്തുകളും കോടിക്കണക്കിന് സ്വലാത്തുകളും ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടി ലോകമെമ്പാടും വിശ്വാസികളും സ്നേഹജനങ്ങളും ചെയ്തപ്പോൾ പതറിയ നിമിഷം, പ്രതിസന്ധിയിലായ നിമിഷം, ആ സമയത്ത് ഞാൻ ഓടിച്ചെന്നു. എനിക്ക് വലിയ ആശ്വാസം അന്ന് തന്നത് വന്നരായ ചെറിയ പി ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ വരാ മസ്തറിലേക്ക്. ഞാൻ വന്നിട്ട് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുക, നമ്മുടെ ഉസ്താദ് സുഖമില്ലാതെ കിടക്കുക, നീ അവിടെ ഒരു വേദി ഒരുക്ക്, ഞാൻ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വഫാത്താകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് വന്നരായ ചെറിയ പി ഉസ്താദ് ഈ മുറ്റത്തേക്ക് ഇതേ സ്ഥലത്ത് വന്ന് സ്റ്റേജ് കെട്ടിയിട്ട് ഈ മസ്ദറിലെ മക്കളോദിയ സലാത്തും ഖുർആനോത്തുകളും മുൻനിർത്തിക്കൊണ്ട് വന്നരായ ചെറിയ പി ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്തു. പഠിച്ചവനെ, ഞങ്ങളുടെ ഉസ്താദ് അവർക്ക് ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന് കൊടുത്തിട്ടെങ്കിലും ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് ഈ മുറ്റത്ത് വെച്ച് ഉസ്താദിന് സുഖമില്ലാതായപ്പോൾ സമാധാനത്തിന് വേണ്ടി ചെന്നപ്പോൾ ആശ്വസിപ്പിച്ച് എന്നോട് പറഞ്ഞത്, മോനെ നമ്മൾ തുയർന്നത് അള്ളാഹു കേൾക്കുമല്ലോ, ഉസ്താദ് ഒന്നും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്തു. ഞാൻ ആഗ്രഹിച്ചു 2 ഉസ്താദുമാരെയും ഇതുപോലെ ഇരുത്തണമെന്ന്. വന്നരായ ബാഫക്കി തങ്ങൾ നടുവിലും വന്നരായ ചെറിയ പി ഉസ്താദും ഷെയ്ഖുനാ സുൽത്താനുലമയും ഒരു വേദിയിൽ ഇരിക്കണമെന്ന്. ഇന്ന് ഷെയ്ഖുനാ സുൽത്താനുലമ ചെറിയ പി ഉസ്താദ് ദുആ ചെയ്ത അതേ വേദിയിൽ വന്ന് നമ്മളാകുന്ന ശിഷ്യന്മാരുടെ സന്തോഷം കണ്ട് ആനന്ദിക്കാനും വന്നതാണ് സുൽത്താനുലമ. ഉസ്താദ് നിർദ്ദേശിച്ചതുപോലെയാണ് ഇവിടുത്തെ ഓരോ അനക്കവും അടക്കവും എല്ലാം ഉള്ളത്. ഉസ്താദ് ഈ സന്തോഷം കാണാൻ വേണ്ടി ഇവിടെ എത്തി. അല്ലാഹുവേ, അവിടുത്തെ കാഫിയത്തിന് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ തടലിൽ ഞങ്ങൾക്ക് ദീർഘകാലം നൽകണം റഹ്മാനെ.